അപ്പം നമ്മൾ ടണൽ എൻട്രി. ட்ரெயின் தெரியுது, கொஞ்சம் கிட்டக்க வச்சுக்கோங்க. രാത്രി അയ്യോ അത് സ്പീഡിൽ പോകണം ടണലിൻ്റെ അകത്തൂടി. മൊത്തത്തിൽ ക്ലൈമറ്റ് മാറി കേട്ടോ, തണുപ്പ് മഞ്ഞും മഴയൊക്കെ ആയി. ലൗഡെയിൻ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനാണ്. ഓപ്പോസിറ്റ് ഒരു ട്രെയിൻ വരും, അതുവരെ വെയിറ്റിംഗ്. ചായയുണ്ട്, കാപ്പിയുണ്ട്. ദിസ് ഈസ് ലൗഡെയിൻ. റിയലിസ്റ്റിക് ട്രാവലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഊട്ടിയിലേക്കാണ്. അതായത് പൂർണ്ണമായും ട്രെയിനിൽ ഊട്ടിയിലേക്ക് പോകാനുള്ളൊരു പ്ലാനാണ്. 3 ട്രെയിൻ കയറി ഇറങ്ങിയിട്ട്. അപ്പം ആദ്യത്തെ ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളെ കേരള എക്സ്പ്രസ്സിൽ കേരള എക്സ്പ്രസ്സിൽ 12:15, ഇപ്പോൾ മണി 11:30 കഴിഞ്ഞിട്ടുണ്ട്. 12:15 ട്രെയിനിൽ കയറിയിട്ട് കോയമ്പത്തൂർ പോകും. ഇവിടുന്ന് ഏകദേശം കോയമ്പത്തൂർ വൈകിട്ട് ഒരു 8 മണിയോളം എത്തും. അവിടെ ഡോർമെട്രി സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം അവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് ഒരു ട്രെയിൻ കയറി മേട്ടുപ്പാളയത്ത് പോകും. മേട്ടുപ്പാളയത്തിൽ നിന്നാണ് ആക്ച്വൽ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. മേട്ടുപ്പാളയം തൊട്ട് ഉദകമണ്ഡലം എന്ന് പറയുന്ന നമ്മളെ ടോയ് ട്രെയിൻ, ഊട്ടി ടോയ് ട്രെയിൻ എന്ന് പറയുന്ന യുനെസ്കോയുടെ അതൊക്കെ കിട്ടിയിട്ടുള്ള ആ ഒരു പഴയ കാലത്തുള്ള എഞ്ചിനും ബോഗിയൊക്കെ ഉള്ള ആ ടോയ് ട്രെയിനിൽ കയറി ഉദകമണ്ഡലത്തിൽ പോയി അവിടെ സ്റ്റേ ചെയ്ത് തിരിച്ചു വരുന്നതിൻ്റെ ഒരു യാത്രയാണ്. ഒട്ടും അഹങ്കാരത്തോടെ പറയുന്നില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഊട്ടിയിലേക്ക്. അപ്പോൾ എനിക്കിനി കുറച്ചിനി ഊട്ടി വൈബ് പിടിക്കാമെന്ന് വിചാരിച്ചു. കൊടൈക്കനാൽ എനിക്ക് ഇഷ്ടപ്പെട്ട യാത്ര ചെയ്യുന്നൊരു പ്രദേശങ്ങൾ മൂന്നാറായിരുന്നു. കൊടൈക്കനാൽ കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു ഹിൽ സ്റ്റേഷനിൽ ഊട്ടിയാണ്. ഇതുവരെയ്ക്ക് ഞാൻ പോകാത്തൊരു സ്ഥലമാണ്. അപ്പം ഒരുപാട് റിസർച്ച് പോലെ കുറച്ച് ട്രെയിൻ ടൈമിങ്ങുകളും ഒരു മാസം മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. ഈ ടോയ് ട്രെയിൻ മേട്ടുപ്പാളയം ടു ഉദകമണ്ഡലം ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്താലേ കിട്ടുകയുള്ളൂ. പക്ഷേ എനിക്ക് 20 ദിവസം മുമ്പ് കിട്ടി. ഓണ സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഓഗസ്റ്റ് 22, നാളെയാണ് ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ ട്രെയിൻ 9:10 കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ സ്പെഷ്യൽ ട്രെയിൻ ശനിയാഴ്ചകളിൽ ഞാൻ ഇടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന എല്ലാ ദിവസവും ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ഒരു 10-20 ദിവസം മുമ്പ്, ഒരു ഓഗസ്റ്റ് 15 മുമ്പായിട്ട് തന്നെ ഞാൻ ബുക്ക് ചെയ്തു ഈ 23 ടിക്കറ്റ്. അപ്പോൾ 12:15 ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കേരള എക്സ്പ്രസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഒരു 3 ട്രെയിൻ കയറി പോകുന്ന ഒരു യാത്രയാണ്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ എൻ്റെ ഒരു ട്രെയിനേ നിങ്ങൾക്ക് മിസ്സാവും. അപ്പം അതിൻ്റെ ഒരു ആക്ച്വൽ റിയലിസ്റ്റിക് കാഴ്ചകൾ നിങ്ങൾക്ക് മിസ്സാവും. അപ്പം തുടർന്ന് കാണുക. അപ്പം നമുക്ക് ഇതുവരെയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ഇറ്റ്. അങ്ങനെ ഞാൻ 12:15 തിരിച്ച നമ്മുടെ യാത്ര. ഇപ്പോൾ മണി 8:45, ഒരു 8-8.15 മണിക്കൂർ കൊണ്ട് ഞാനിപ്പോൾ കോയമ്പത്തൂർ ജംഗ്ഷനിലെത്തി. ഇവിടെ ഒരു ഡോർമെട്രി ബുക്ക് ചെയ്തതാണ്. ചെറിയൊരു പാർട്ടീഷനുള്ളൊരു സിംഗിൾ ബെഡുള്ള ഒരു പാർട്ടീഷനിൽ സ്റ്റേ ആണ്. 200 രൂപയാണ് വരുന്നത്. ഓൺലൈനിൽ നമ്മൾ IRTC ടൂറിസം വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്തതാണ്. വിചാരിച്ചതിനെക്കാട്ടിയും കുറച്ചുകൂടെയൊക്കെ വൃത്തിയുണ്ട്. റെയിൽവേ ടിക്കറ്റ് ഇന്ന് ഓവർനൈറ്റ് കൊണ്ട് രാത്രി സ്റ്റേ ചെയ്യാതെ, ഓവർനൈറ്റ് ഇഷ്ടംപോലെ ട്രെയിനുകളുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഈ ഓണ സീസണായ ടിക്കറ്റ് കിട്ടത്തുമില്ല, ഭയങ്കര തിരക്കുമായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേ എടുത്ത് നാളെ രാവിലെയാണ് 6:40 ഇവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് നമ്മുടെ മേട്ടുപ്പാളയത്തേക്കുള്ള ഒരു ട്രെയിനുണ്ട്. അത് 1 മണിക്കൂറുള്ളൂ. അവിടെ നിന്നാണ് ആക്ച്വൽ നമ്മുടെ ഊട്ടിയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് ഗൈസ്. കോയമ്പത്തൂർ സെക്കൻഡ് ഡേ ആണ്. ഏർലി മോർണിംഗ് ആണ്, 6 മണിയായിട്ടേ ഉള്ളൂ. അപ്പം തൂത്തുക്കുടിയിൽ നിന്ന് വരുന്ന ഒരു ട്രെയിനാണ് മേട്ടുപ്പാളയത്തേക്ക് പോകുന്നത്. 6:30 കൃത്യമായിട്ട് എത്തുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമ്മുടെ ഡോർമെട്രി സിസ്റ്റമാണ് എടുത്തത്. അത്യാവശ്യം ഒരാൾക്ക് കഴിയാവുന്ന രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു
സംവിധാനമുണ്ട്. ഇച്ചിരി പ്രൈവസിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അവിടുത്തെ വാഷ്റൂമൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇതാണ്. അതിൻ്റെ ഇങ്ങനെയാണ് ഡോർമെട്രി സെറ്റപ്പ് ഇരിക്കുന്നത്. ഇതിൻ്റെ പുറത്തെ വശം ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തങ്ങിയ ഡോർമെട്രി ഇതാണ്. D1 ഞാൻ തങ്ങിയത്. എൻ്റെ സാമഗ്രികളൊക്കെ ഇരിക്കുന്നുണ്ട്. കുറച്ചൊരു സേഫ്റ്റി കുറവുണ്ട്, പക്ഷേ ഒരു പ്രൈവസി ഉണ്ട്. സാധാരണ ഡോർമെട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടി അപ്പോൾ 6:30ക്കാണ് ട്രെയിൻ വരുന്നത്. രാവിലത്തെ മോർണിംഗ് വൈബ്, കോയമ്പത്തൂർ മോർണിംഗ് വൈബ് ഇവിടെ നിന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്. ഇതൊക്കെ ഇവരെ TT സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. TT's റെസ്റ്റ് റൂം ഫോർ ലേഡീസ്. ഇത് റെയിൽവേയുടെ ഒരു പ്രോപ്പർട്ടിയാണ്. വാട്ട് ടൈം മോർണിംഗ്. അപ്പോൾ ഇതാണ് കോയമ്പത്തൂർ മോർണിംഗ്. കോയമ്പത്തൂർ ഇവിടെ നിന്ന് അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ച കാണാം. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡാണ്. ഇവിടെ മേൽപ്പാലങ്ങൾ കുറവാണ്. മേൽപ്പാലങ്ങളില്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് തന്നെ പറയാം. ഇതിലെല്ലാം അണ്ടർഗ്രൗണ്ടാണ്. ഇവിടുത്തെ ടണൽ വഴിയാണ് ഇവിടുത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ പോകുന്നത്. നമ്മളെ പ്ലാറ്റ്ഫോം 2 വരുന്നത്. മണി 6:03. നമ്മൾ പോകേണ്ടത് കാണുന്ന മലനിരകൾ. ഇവിടെ നിന്ന് ഇടതുവശത്തേക്കുള്ള മലനിരകൾ കയറി ഊട്ടിയിലേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ദിവസം കേട്ടോ. കൊള്ളാം. നമ്മൾ പുറത്ത് പോയി റൂം എടുക്കുകയാണെങ്കിൽ റൂം റെൻറ്റിൻ്റെ അവസ്ഥ അനുസരിച്ച് ഇവിടെ വളരെ തുച്ഛമായ പൈസയ്ക്ക് 200 രൂപ ആയിട്ടേ ഉള്ളൂ. ഈ ഒരു സിസ്റ്റം കിട്ടി. നമുക്ക് മേട്ടുപ്പാളയത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അവൻ്റെ ഒരു ചെറിയൊരു സ്റ്റേക്കേഷനായിരുന്നു. നിങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ ആ PNR നമ്പർ വെച്ച് നിങ്ങളുടെ IRTC ടൂറിസം വെബ്സൈറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ AC നോൺ AC ഡോർമെട്രി സിസ്റ്റമൊക്കെ കിട്ടുന്നതാണ്. അത്യാവശ്യം വൃത്തിയുള്ള നല്ലൊരു സ്റ്റേ നിങ്ങൾക്ക് അഫോർഡബിളായിട്ട് കിട്ടുന്നതാണ്. നമ്മളിപ്പോൾ ഈ കോയമ്പത്തൂരിൻ്റെ എൻട്രൻസിൻ്റെ എക്സിറ്റൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് പോയി തയ്യാറെടുക്കാം പോകാനുള്ള. 6:30 സമയമുണ്ട്, വളരെ സമയമുണ്ട്. ഞാൻ പ്ലാറ്റ്ഫോം 2 അടുത്താണ് നിൽക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഇവിടെ അനൗൺസ്മെൻറ്റ് വരെ കേൾക്കാൻ പറ്റും. എന്നാൽ അത്രയ്ക്ക് സൗണ്ട് പൊല്യൂഷൻ ഇല്ല. ട്രെയിൻ പോകുന്ന സൗണ്ടും വരുന്നു. അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് 965 രൂപയാണ്. മേട്ടുപ്പാളയം ടു ഉടകമണ്ഡലത്തേക്ക്. MPP ഉടകമണ്ഡലം സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു ട്രെയിനാണ്. അതിനായിട്ടാണ് ഇത് വരുന്നത്. സാധാരണ ഇതിന് റേറ്റ് 300 രൂപ വരുള്ളൂ. പക്ഷേ ഇവിടുത്തെ റെയിൽ ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണത് 1 മാസം മുമ്പാണ്. അപ്പോൾ അത് ഒരു ദിവസം കൊണ്ട് തന്നെ ടിക്കറ്റ് തീർന്നു പോകും. അതായത് അടുത്ത മാസത്തിൻ്റെ 31-ന്, ഇന്ന് 1 അടുത്ത മാസം 31 ടിക്കറ്റ് ഇന്ന് തന്നെ തീർന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. പക്ഷേ സ്പെഷ്യൽ ട്രെയിനുകളിലിങ്ങനെ അവർ ഇടയ്ക്കിടയ്ക്ക് ഇടും. അപ്പോൾ ഇത് 9:10-നാണ്. സാധാരണ നോർമൽ ട്രെയിൻ 7 മണിക്കാണ്. ഇത് 9:10-നാണ്. 9:10 തിരിച്ച് അവിടെ ഊട്ടിയിൽ ഏതാണ്ട് 14:25, ഏതാണ്ട് 12, 13, 2:30 എത്തും. 5 മണിക്കൂറാണ് ട്രാവലിംഗ് ടൈം. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഒരു അഹങ്കാരം എനിക്ക് ഒട്ടുമില്ല തന്നെ. അതുകൊണ്ട് നമുക്ക് ബോറടിയായിരിക്കുന്ന സംഭവമില്ല. കോയമ്പത്തൂർ എങ്ങനെ ഇരിക്കുന്നു ഞാൻ എൻ്റെ ആദ്യമായിട്ടാണ് വന്നത്. അത് നമ്മളൊരു സ്ഥലത്ത് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് വരണം. ജീവിതം പഠിക്കുമെന്ന് പറഞ്ഞില്ലേ, വേറെ രീതിയിൽ പഠിക്കും. ഇവിടെ ഒന്ന് ഈ സാധനം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് കഷ്ടപ്പെട്ടെന്ന് അറിയുമ്പോൾ ആദ്യം ഈ സംഭവം കണ്ടുപിടിച്ചപ്പോൾ പറഞ്ഞു ടിക്കറ്റ് കൗണ്ടറിൽ പോയി ചോദിക്കാൻ പറഞ്ഞു. ഇവിടെ നിന്ന് കെയർ ടേക്കർ അയച്ച ചേച്ചി. ഞാൻ ടിക്കറ്റ് കൗണ്ടറിൽ പോകാൻ പറ്റണ്ടേ? അവിടെ ഇൻഫർമേഷൻ കൗണ്ടർ അടച്ചിട്ടിരിക്കുന്നു. ബാക്കിയുള്ള ഇൻഫർമേഷൻ എല്ലാം അവിടെ കൗണ്ടറുകളൊക്കെ അടച്ചിട്ടിരിക്കുന്നു. അങ്ങനെ ഒരുവിധം ഈ ഹിന്ദിക്കാരുടെ കൂടെ ക്യൂവിലൊക്കെ നിന്ന് ഇതിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ അല്ല, അപ്പുറത്തെ സൈഡിലൊരു ഇൻഫർമേഷൻ കൗണ്ടറുണ്ട്, അവിടെ പോയി ചോദിക്കാം. അവിടെ ചെല്ലുമ്പോഴല്ലേ തന്നെ ആൾക്കാർ ഒരു സമയം എത്രയായിരുന്നില്ല, 8 മണി 9 മണിയാവുന്ന സമയം, 8:30, ഭയങ്കര തിരക്ക്. ആൾക്കാർ ഇടിച്ച് തള്ളി ഇങ്ങനെ നാട്ടിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കിൽ നിൽക്കുകയാണ്. അതിനിടയിൽ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ബുക്ക് പണി ബുക്ക് പണി എനിക്ക് ഇത് സൈഡ് വഴി വന്നിട്ട് അത് കാണിച്ചു കൊടുക്കൂ, നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പം ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഉള്ളൊരു അനുഭവം വേറെയാണ് കേട്ടോ. അത് നിങ്ങൾ ചെയ്തു നോക്കണം. അപ്പം ഇതാണ് ഡീറ്റെയിൽസ്. അവിടെ നമ്മളിപ്പോൾ 9 മണിക്ക് തിരിച്ച് അവിടെ 2:30 എത്തിയതിന് ശേഷം ഉള്ള പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റേ ഗംഗാശ്രീ ബാലാജി കോട്ടേജ് റൂം എന്ന് പറഞ്ഞിട്ട് അവിടെ ഞാനൊരു റൂം ബുക്ക് ചെയ്തു. 800 രൂപയേ ഉള്ളൂ. അപ്പം അത് അഫോർഡബിൾ റേറ്റിൽ കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ദിവസം
അടുത്ത ദിവസം പറഞ്ഞാൽ പോലും നല്ല അടുത്ത ദിവസം അവിടുത്തെ സൈഡ് സീനിങ്ങിന് ഇറങ്ങിയാണ്. അതിൽ ഞാൻ ആദ്യമായിട്ടാണ് ഊട്ടി പോകുന്നുണ്ടെങ്കിലും അത്യാവശ്യം സ്ഥലങ്ങളൊന്നും അറിയില്ല. ഞാനങ്ങനെ പോയിട്ടില്ല മുമ്പ്, സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ടൂറൊന്നും പോയിട്ടില്ല. അപ്പം ട്രാവൽ വ്ളോഗർ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ റിസർച്ച് ചെയ്തും കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ട് അപ്പം ഇനി തുടർന്ന് കുറച്ച് വീഡിയോകളൊക്കെ ഊട്ടിയിലെ വീഡിയോകളൊക്കെ ചെയ്യാം. നമ്മൾ ഒരു പ്രാവശ്യം തന്നെ പോയിട്ട് തന്നെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കാണാനോ നമുക്കൊന്നും എടുക്കാനോ കഴിയില്ല. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുമ്പം എനിക്കിപ്പോൾ മൂന്നാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാപ്പാടോ, ഇവിടെ നിന്ന് ഏത് വഴി പോയി എങ്ങനെ എത്തുമെന്ന്. അതുപോലെ എനിക്ക് ഊട്ടി ഈ പരിസരമാക്കി എടുക്കണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഇതൊരു ഊട്ടി സീരീസ് ആയിട്ട് തന്നെ ഞാൻ കുറേ വീഡിയോകൾ ആക്കും, ഉറപ്പ്. TN മേട്ടുപ്പാളയം എക്സ്പ്രസ്സിൽ മേട്ടുപ്പാളയത്തിൽ പോയിട്ട് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഊട്ടി ടോയ് ട്രെയിനിൽ ഊട്ടിയിലേക്ക് പോകും. അങ്ങനെ കോയമ്പത്തൂരിൽ നിന്ന് 1 മണിക്കൂർ യാത്ര തിരിച്ചിട്ട് നമ്മൾ മേട്ടുപ്പാളയത്ത് എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് 9:10 രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഉദകമണ്ഡലത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ ഉള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇവിടെ കാണുന്ന വെയിറ്റ് ഭാരത് ഭവൻ ഈ ലോഡ്ജിങ്ങിൻ്റെ അകത്തൊരു ക്യാൻറ്റീനിൽ ഒരു ഹോട്ടലുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നിന്ന് രാവിലത്തെ 4 ഇഡ്ഡലിയും ഒരു വടയും കഴിച്ചു. വളരെ ഒരു എന്താ പറയുക, ഒരു ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നെ പറയാം. അപ്പം ഇതാണ് മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഔട്ട്സൈഡ് വ്യൂ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫോട്ടോ അല്ലേ, വീഡിയോ യൂട്യൂബിൽ ഉള്ളത്. 8:30 ആയിട്ടുണ്ട്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ട്രെയിന് പോകുന്നതെന്ന് പറയണത്. നോ ഐഡിയ ഹൗ ടു അവിടെ എത്തുമെന്ന്. നമ്മളൊരു മലയിലോട്ട് ഓടിക്കയറാൻ പോകുന്ന പോലെ. ഈ സൈഡ് വന്നിട്ട് കോയമ്പത്തൂർ സൈഡ്. ഇതാണ് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം സീയിങ് ആവി എൻജിന്. ഒരു സ്മെല്ലും ഉണ്ട് ആവിയിൽ. ഇതാണ് എൻജിൻ. ഇനി ബോഗി ഇങ്ങനെ ഘടിപ്പിക്കുന്നുണ്ട്. ഇതൊരു പഴയ സ്റ്റേഷൻ പോലെയാണ് കേട്ടോ. നമ്മൾ വന്ന മേട്ടുപ്പാളയം സ്റ്റേഷൻ അപ്പുറത്തെ സൈഡ് വലുത്, പക്ഷേ ഇതൊരു ചെറിയ സ്റ്റേഷൻ, വിൻറ്റേജ്. അപ്പോൾ നമ്മൾ പോകാനുള്ള ആവി എഞ്ചിനാണ്. എൻ്റെ വന്നിട്ട് വിൻഡോ സീറ്റാണ്, 33 ആണ്. നല്ലൊരു കാഴ്ച കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. സ്റ്റീം ലോക്കോ ഷെഡാണ് ഇവിടുത്തെ. അതിൻ്റെ ഒരു പഴയ സംഭവങ്ങളുടെയൊക്കെ മെയിൻ്റെനൻസ് പരിപാടികളാണ്. നമുക്ക് പോകേണ്ട ട്രെയിൻ വന്ന് 4-3 കോച്ചേ ഉള്ളൂ. അറിയില്ല, ദേഹത്ത് അടിക്കും അത്. ഫൈനലി ഒരു സ്ഥലം കിട്ടി കേട്ടോ. 33 ആണ്, വിൻഡോ സീറ്റാണ്, പക്ഷെ പുറകോട്ടാണ് പോകുന്നത്. പഴയ സെറ്റപ്പാണ്.
തടി കൊണ്ടൊക്കെ വുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിട്ടുള്ള ഗ്ലാസ് ഡോറൊക്കെയാണ്. ഇങ്ങനെ താഴോട്ടൊക്കെയാണ് പോകുന്നത്. വുഡാണ് ഫുള്ള്. സ്മാൾ യൂട്യൂബർ സാർ, സ്മാൾ സൗകര്യം കേട്ടോ. വിൻഡോസ് ട്രെയിൻ എടുക്കാറായി. ഫ്ലാഗ് വെച്ചിട്ടൊരാൾ 9 മണി കഴിഞ്ഞ് ട്രെയിൻ എടുക്കാറായിട്ടുണ്ട്. ഡോറുകൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ഈ സൈഡിലോട്ടാണ് പോകുന്നത്. ഹോൺ അടിക്കുന്നുണ്ട്. അല്ലല്ല, എഞ്ചിൻ അങ്ങ് தான் இருக்கு. തിരുമ്പി പോകുന്നതിനേക്ക്. ഈ ആവി എഞ്ചിൻ്റെ ലോക്കോ ഷെട്ടും അതിൻ്റെ കുറച്ച് മെയിൻ്റെനൻസ് സംഭവങ്ങളൊക്കെ ഉള്ള ഒരു പഴയകാല സംഭവങ്ങളാണ്. ഇപ്പം ബാക്കിൽ നിന്ന് എഞ്ചിന് തള്ളിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും എല്ലാവരും വീഡിയോസ് എടുക്കണം. അങ്ങനെ ഫസ്റ്റ് സ്റ്റേഷനിലെത്തി കേട്ടോ. കല്ലാർന്നാണ് സ്റ്റേഷൻ്റെ പേര്. ഇത് ബാക്കിൽ നിന്നാണ് പുഷ് ചെയ്താണ് എഞ്ചിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരും ഇറങ്ങാനും എൻ്റെ D1 ആണ്. എത്ര കോച്ചുണ്ട്? 1 2 3, ഏകദേശം ഒരു 4 കോച്ചാണുള്ളത്. നീലഗിരി ക്യൂനിൽ കയറി നീലഗിരി മലനിരകളിൽ കൂടി പോകുന്ന ഒരു അടിപൊളി യാത്രയാണ്. എൻ്റെത് സെക്കൻഡ് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, കുറച്ചുകൂടിയൊക്കെ കുഷനൊക്കെ ഉള്ള, പക്ഷെ അത് ഫുള്ള് ഗ്ലാസ്സാണ്. ഈ സെക്കൻഡ് ക്ലാസ് റിസർവ്ഡ് സീറ്റാണ് നല്ലത് കേട്ടോ, സത്യം പറയാമല്ലോ. മറ്റേതിൽ ഫുള്ള് ഗ്ലാസ്സാണ്. ശരിയല്ല. ഇതാണ് ഫസ്റ്റ് ക്ലാസ് റിസർവ്ഡ്. ഇതിൽ ഗ്ലാസ് ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഒരു നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. மணல் இதை தாண்டி நல்லா இருக்கும். ആക്ച്വലി ഒരു കയറ്റം കയറി തുടങ്ങി കേട്ടോ മലകളുടെ. അപ്പോൾ ഇത് പതുക്കെ ഒന്ന് കയറുന്നത് കർവുണ്ട്. ഇച്ചിരി ഇച്ചിരി ടെറൈൻ, മോശപ്പെട്ട ടെറൈൻ കയറി തുടങ്ങുമ്പോൾ ട്രെയിൻ ഇത്തിരി സ്ലോ ആവുന്നുണ്ട്. നേരത്തെ നല്ല അടിച്ച് വിട്ടിട്ട് വന്നത്, നല്ല സ്പീഡിലാണ് വന്നത്. അതുകൊണ്ട് 10-60 കിലോമീറ്റർ സ്പീഡിൽ വന്ന പോലെ ഫീൽ ചെയ്ത്. ഇനി ഇവിടുന്ന് കൂണൂരുന്ന് ഡീസൽ എഞ്ചിനാവുമെന്നൊക്കെ പറയുന്നുണ്ട്. നോ ഐഡിയ, നമുക്ക് കണ്ടു നോക്കാം എന്താണ്. അതുകൊണ്ട് മേട്ടുപ്പാളയത്ത് തന്നെ അത്യാവശ്യത്തെ സ്പീഡിൽ പോവുകയാണ് കേട്ടോ. അടിപൊളി കേട്ടോ. അടുത്തൊരു വ്യൂ പോയിന്റ് നിർത്തി തന്നിട്ടുണ്ട്. അരികൂടെ ഇതിന് വെള്ളം നിറയ്ക്കാനും അതിന് എല്ലാ സൗകര്യത്തിന് വേണ്ടിയും. പിന്നെ നല്ലൊരു വലതുവശത്ത് ഒരു കിടുക്കാച്ചി ഒരു വ്യൂ പോയിൻ്റാണ്. നമ്മൾ വന്ന കോയമ്പത്തൂർ സിറ്റിയൊക്കെ ഒരു വ്യൂ ആയിട്ട് കാണാവുന്ന നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അടിപൊളി യാത്ര കേട്ടോ. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഊട്ടി ട്രെയിൻ യാത്ര നടത്തിയില്ലെങ്കിൽ ഞാൻ വാട്ട് എ ബ്യൂട്ടിഫുൾ. നമ്മളത് താഴ്വാരത്തു നിന്ന് കയറി വന്നതാണ്. 1 മണിക്കൂർ കൊണ്ട് നല്ല ഹൈറ്റിലെത്തി. വെള്ളത്തിൻ്റെ സിസ്റ്റമുള്ള പല സ്ഥലമുണ്ട്. ഇവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ.
ഭയങ്കര അടിപൊളി ഒരു സ്ഥലം കേട്ടോ. ഇത് ടണൽ നമ്പർ 3. നമ്മൾ 2 ടണൽ കഴിഞ്ഞു, ഇനി ഒരു ടണലും കൂടി ഉണ്ട്. ആ ടണലിൻ്റെ ഭാഗത്തു കൂടി പോയി നോക്കാം. ടണലിലോട്ട് പോകും. ടണൽ നമ്പർ 3 എന്താ, നമുക്ക് ഈ പൽചക്ര സിസ്റ്റം കാണാം. വെർത്ത്ഫുൾ എന്ന് വെച്ചാൽ വെർത്ത്ഫുൾ. നല്ല ലെങ്തുള്ള ടണലാണ് കേട്ടോ. വാവ്, അയ്യോ പേടിയാവുന്നുണ്ട് കുറച്ച്, അത്രയ്ക്ക് ദൂരമുണ്ട്. പൽചക്രങ്ങൾ കണ്ടോ, ഒരു പൽചക്രങ്ങളിൽ ഡിപ്പ് പിടിച്ച് പോകാനുള്ളതൊക്കെ ഉണ്ട്. കരി പിടിച്ച ടണൽ. ചെറിയ ടണൽ അപ്പുറത്ത് വെട്ടം കാണുന്നുണ്ട്. ഒരു കർവാണ്, ചെറിയൊരു കർവാണ്. നല്ല തണുപ്പ് ഇതിനകത്ത് വന്നപ്പോൾ. നമ്മൾ ടണൽ എൻട്രി. ட்ரெயின் தெரியுது, கொஞ்சம் கிட்டக்க வச்சுக்கோங்க. രാത്രി അയ്യോ, അത് സ്പീഡിൽ പോകും ടണലിൻ്റെ അകത്തൂടി. കണ്ടോ, നല്ല രീതിയിൽ വെള്ളം നിറയ്ക്കാൻ പറ്റുന്ന, ഇവിടെ ഈ എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തി അപ്പോഴപ്പോഴാണ് വെള്ളം നിറയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആവി എൻജിൻ ഹെറിറ്റേജ്. കോംപ്ലിക്കേറ്റഡ് എൻജിൻ. ഇടയ്ക്കിടയ്ക്ക് അത് ഒരു കുറച്ച് ഗ്യാപ്പ് വിട്ട് തന്നെയാണ് സ്റ്റേഷനിലൊക്കെ. ഇത് ഹിൽ ഗ്രോവ് എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഇവിടെ സാധാരണ യാത്രക്കാർ ഇറങ്ങാനോ കയറാനോ വേണ്ടിയല്ല ട്രെയിൻ നിർത്തുന്നത്. പ്രധാനമായും ഈ സ്റ്റേഷനിൽ സ്റ്റീം എഞ്ചിനിലേക്കുള്ള വെള്ളം നിറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധാന ഇടത്താവളമാണ്. നീലഗിരി മൗണ്ടൻസിലേക്കുള്ള പല റെയിൽവേ സ്റ്റേഷനുകളും ഇങ്ങനെ വെള്ളം നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ്. ഈ ഒരു ചരിത്ര പ്രാധാന്യമുള്ള പല സ്റ്റേഷനുകളിലുമാണ് അങ്ങനെ ഒരു സ്റ്റീം എഞ്ചിൻ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ല രസമുള്ള ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. അതിൻ്റെ സ്മെല്ല് വരെ ഉണ്ട്, നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു വെള്ളം തിളച്ച് വരുന്ന ആ ഒരു പ്രത്യേക സ്മെല്ലും. പിന്നെ ഈ സ്റ്റേഷന്റെ പരിസരവും ഈ ഭാവവും ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ. പോരാത്തതിന് നമുക്ക് 5 മണിക്കൂർ യാത്രയായിരുന്നു. അപ്പൊ 5 മണിക്കൂറും ട്രെയിനിൽ തന്നെ ഇരിക്കുന്നു എന്നുള്ള കാര്യം ആലോചിച്ചപ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നി. പക്ഷേ ഇത് ഒരു ബഡ്ജറ്റ് ടൂറിസം പോലെയോ അല്ലെങ്കിൽ നമുക്കൊരു ടൂർ ബസ്സിൽ പോയതുപോലെയാണ് നമുക്ക് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി നിർത്തി തരുന്നുള്ള ഒരു അടിപൊളി ട്രെയിൻ യാത്രയാണ് കേട്ടത്. ഉള്ള സ്ഥലമാണ്, ഔട്ട് ഓഫ് റേഞ്ചാണ്. നിങ്ങൾക്ക് കയറ്റം മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു കർവാണ്, ഇങ്ങനെ കർവ് വളഞ്ഞ് 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 കുറച്ചുകൂടി കയറുന്നുണ്ട്. നമുക്ക് പോകാനുള്ള ഫിസിലായിട്ടുണ്ട്, പോകാം.
പ്ലാന്റേഷൻ തുടങ്ങി, ടീ എസ്റ്റേറ്റ് പ്ലാന്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. നമ്മളൊരു ടോപ്പിലെത്തിയെന്നർത്ഥം. ലയങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയൊരു കാട്ടരുവി പോലത്തെ ഒരു അരുവി ഇവിടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഭയങ്കര ഭംഗിയുള്ള അൺടച്ച് ഏരിയ എന്ന് പറയാം. ചെറിയൊരു കാട്ടരുവി. മേളിലാണെങ്കിൽ ലയങ്ങളും ഓറഞ്ച് മരങ്ങളും തേയിലത്തോട്ടങ്ങളൊക്കെയാണ്. ഇവിടെ വെള്ളം നിറയ്ക്കാൻ വേണ്ടി നിർത്തി. മേളിലും എന്തൊക്കെയോ ഒരു റിസോർട്ട് പോലെയും സ്റ്റേ ഒക്കെ ഉണ്ട്. പഴയ ബിൽഡിങ്ങുകളൊക്കെയാണ്, പഴയ കാലത്തുള്ള. ഭയങ്കര ഭംഗി. അവിടെ ഒരു പാലമുണ്ട്, ചെറിയൊരു പാലം. ആ പാലം അവിടെ കണ്ടിട്ട് ഇപ്പോൾ ഇവർ ഫിസിലടിക്കും. അപ്പം ചെറിയൊരു പാലം. ആ പാലം കാണാൻ പോവാൻ നമുക്ക്. വാ, പക്ഷേ ട്രെയിൻ പോകണ വീഡിയോ ഇവിടെ നിന്ന് എടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ബസ്സൊക്കെ ആണെങ്കിൽ പറഞ്ഞ് നിർത്തിയിട്ട് ഇറങ്ങിയെന്ന് എടുത്തിട്ട് കയറി ഒന്ന് പോയായിരുന്നു. ഇത് അങ്ങനെ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഈ ട്രെയിന് പുറത്തുനിന്ന് പോകുന്ന വീഡിയോ ഇവർക്ക് ഞാൻ എടുത്തില്ല. ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ നാളെയും എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇത് ഇങ്കം മട്ടത്തായിരിക്കും. അവിടത്തോട്ട് ഇങ്കം മട്ടത്തായിരിക്കും എനിക്കിത്. ഇപ്പോൾ കൂണൂർ എത്തിയിട്ടുണ്ട്. കൂണൂർ എത്തുമ്പം കുറച്ച് വേറെ ഒരു വ്യത്യസ്തമായ ട്രെയിനൊക്കെ കാണുന്നുണ്ട്. ഈ ടോയ് ട്രെയിൻ ഊട്ടി ടു കൂണൂരും, അല്ല ഇത് ഊട്ടി ടു കൂണൂർ മട്ടത്തായിരിക്കും എനിക്കിത്. ഞാൻ ഒരു പ്രാവശ്യം ബുക്ക് പണിയിരിക്കും ഒരു തടവ. ഡീസൽ ലോക്കോ. ഈ ട്രെയിനിൽ കുറച്ച് ബോഗികൾ കൂടുതലുണ്ട്. അതായത് ഇത് കൂണൂർ ടു ഊട്ടി വരെ പോവുള്ളൂ. അതിൻ്റെ സീറ്റ് കുറച്ച് കൂടുതൽ കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ടോയ് ട്രെയിന് ബുക്ക് ചെയ്യുന്നവർക്ക്, കാറിൽ വരുന്നവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് ഈ കൂണൂർ ടു ഊട്ടി. പക്ഷേ ഇതിൽ കുറച്ച് ബോഗി കൂടുതലുണ്ട്. ഈ ട്രെയിനിൽ വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ 4 ബോഗിയുള്ളൂ. സ്റ്റീം എഞ്ചിനാണ്. നമുക്ക് പോയി പുറത്ത് പോയിട്ട് വരാം. സ്റ്റീം എഞ്ചിന് മാറ്റിയിട്ട് ഡീസൽ എഞ്ചിൻ ആക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കൂണൂരെത്തി. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇനിയിപ്പോൾ സ്ട്രൈറ്റ് റോഡ് എന്നായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ്. നമ്മളെ സ്റ്റീം എഞ്ചിന് ഉരുക്കൊണ്ട് പോയി കേട്ടോ. ഇത് അങ്ങനെ നമ്മൾ ആവി എഞ്ചിൻ എടുത്ത് മാറ്റിയിട്ട് ഡീസൽ ലോക്ക് വന്നു കേട്ടോ. ഇത് നമ്മൾ ട്രെയിനിൽ കണക്ട് ചെയ്യും. നമ്മൾ ആവി എഞ്ചിൻ ഇത് അപ്പുറത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ആവി എഞ്ചിൻ പോയി ഗൈസ്. ആവി എഞ്ചിൻ പോയി. സ്റ്റീം എഞ്ചിന് പോയിട്ട് ഡീസൽ എഞ്ചിന് വന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സ്റ്റീം എഞ്ചിനും ഹെറിറ്റേജ് വിൻറ്റേജ് ഈ ട്രെയിൻ യാത്ര ചെയ്യണമെങ്കിൽ മേട്ടുപ്പാളയത്തു നിന്ന് കൂണൂർ വരെയെങ്കിലും യാത്ര ചെയ്താലേ നിങ്ങൾക്ക് ആ മനോഹരമായുള്ള സ്റ്റീം എഞ്ചിന് യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ നിന്ന് ഊട്ടി വരെ ഡീസലിലാണ് ഓടുന്നത്. അതായത് ഹിൽ ടോപ്പിൽ ഓടുന്നത് ഡീസലാണ്. എന്താണ് ഹൈറ്റിൻ്റെ വ്യത്യാസമൊക്കെ കുറവായിട്ടായിരിക്കുന്നതാണ് ഇവിടെ ഇഷ്ടംപോലെ ട്രെയിനുകൾ. കൂണൂർ ടു ഉടകമണ്ഡലത്തേക്ക് ഇഷ്ടംപോലെ ട്രെയിനുണ്ട് കേട്ടോ. അങ്ങനെ പോണത് പക്ഷേ ആവി എഞ്ചിനല്ല, നോർമൽ ഡീസൽ എഞ്ചിനാണ്. നോർമൽ എഞ്ചിൻ എന്നല്ല, മീറ്റർ കേജ് ഡീസൽ എഞ്ചിനുകളാണ് യൂസ് ചെയ്യുന്നത്.
ഇതാണ് കൂണൂർ റെയിൽവേ സ്റ്റേഷനാണ്. കൂണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു ഗീ റൈസ് ഉണ്ടായിരുന്നു, അത് വാരി പെട്ടെന്ന് കഴിച്ചു. ഇവിടെ ടെൻഷൻ അടിക്കും, വേറെ ഏത് ട്രെയിനാണ് ഈ വിസിലടിക്കുന്നത് മനസ്സിലാവില്ല, വേറെ ട്രെയിൻ വരുന്നതാണോ പോണതാണോ എന്നറിയില്ല. പക്ഷേ ഡോറെല്ലാം അടച്ചിട്ടേ പോകുള്ളൂ, അങ്ങനെ സമയം കിട്ടും. അങ്ങനെ ഇവിടെ ഏതാണ്ട് ഒരു 3/4 മണിക്കൂറോളം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ ആവി എഞ്ചിൻ ആവി എഞ്ചിന് പോയി കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡീസൽ എഞ്ചിന് വന്നു. നമ്മൾ ആവി എഞ്ചിന് അവിടുത്തെ ഷെഡിലോട്ട് റെസ്റ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഊട്ടി ടോയ് ട്രെയിൻ യാത്രയാണ്. വേറെ ഏതോ നമ്മളതിൻ്റെ കൂടെ ഒരു ബോഗിയും കൂടെ കൂട്ടിച്ചേർത്തു, അതായത് ഒരു ഫസ്റ്റ് കൂപ്പയും കൂടെ കൂട്ടിച്ചേർത്തു. ഈ ട്രെയിൻ ഇങ്ങനെ തള്ളിക്കൊണ്ടാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഫ്രണ്ട് വലിച്ചുകൊണ്ട് പോകുന്ന സിസ്റ്റമല്ല, എല്ലാ ട്രെയിനും ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് അല്ല ബാക്കിൽ നിന്ന് തള്ളിക്കൊണ്ടാണ് വരുന്നത്. ഇത് കൂണൂരിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിനാണ് കേട്ടോ. വരുന്നത് സ്പെഷ്യൽ ട്രെയിനാണ്. ഇതേപോലത്തെ ഇഷ്ടംപോലെ ടോയ് ട്രെയിനുകളുണ്ട് കേട്ടോ ഇവിടെ. വരുന്നവർക്ക് ഈ കാറിലൊക്കെ വരുന്നവർക്കും ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമുണ്ട്. ഇത് വേറെ ബോഗി സെറ്റപ്പാണ്, നമ്മളത് പക്ക വിൻറ്റേജാണ്. ഇത് കൂണൂർ ടു ഊട്ടി പോയിട്ട് ഷഡിങ് അടിക്കുന്ന പോലത്തെ ഒരു ട്രെയിനാണ് കേട്ടോ ഈ ചെറിയ ബോഗി. ഇതിന് കുറച്ച് ബോഗി എണ്ണം കൂടുതലുണ്ട്. നമ്മൾ മലയൊക്കെ വലിഞ്ഞു കയറി ഇറങ്ങി വരുന്ന ട്രെയിൻ ആയതുകൊണ്ട് ബോഗിയുടെ എണ്ണം കുറവായിരുന്നു. ഇത് ONUR UAM, അതായത് കൂണൂർ ടു ഉദകമണ്ഡലത്തേക്ക് പോകുന്ന ട്രെയിനാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ യാത്ര തിരിക്കാറായി. നമ്മളെ ഡോറ് ഒന്ന് അടച്ചിട്ട് പോയി. ഡോറടച്ച് മറ്റേയാണെങ്കിൽ ആവി എഞ്ചിനിലെ ഫിസിലുണ്ട്, അതും കൂടി ആകുമ്പോൾ അടിപൊളിയായിരുന്നേ. ഇനി ഇവർ ഇതിൽ ഹോൺ അടിക്കും. ഇത് വലിച്ചോണ്ട് തന്നെ പോകണം കേട്ടോ, നമ്മൾ ഡയറക്ഷൻ വേറെ. നമ്മൾ പോയിട്ട് വേറെ ഡയറക്ഷനിലോട്ട് പോകുമായിരിക്കും എന്തോണം. വീണ്ടും നമ്മൾ വന്ന ഡയറക്ഷൻ ഇതാണ് മീറ്റർ ഗേജ് ഡീസൽ ലോക്കോ. നമ്മൾ ആവി എഞ്ചിന് ഓടാക്കണം. നമ്മുടെ സ്റ്റീം എഞ്ചിന് യാർഡിൽ റെസ്റ്റ് ചെയ്യുന്നു. ഓട്ട് കൊണ്ടുപോയിട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ആക്ച്വലി ഇവർ എന്താണ് ചെയ്യണത്? അപ്പം കൂണൂരിൽ ഒരു 3 കിലോമീറ്റർ വന്നോടനെ ഇനിയിപ്പോ നമുക്ക് സ്റ്റീം എഞ്ചിൻ അല്ല, വെള്ളം നിറയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പൊ അവര് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ലൈൻ അല്ലേ, ഓപ്പോസിറ്റ് ഒരു ട്രെയിൻ വരുന്നുണ്ട്, അപ്പൊ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് വില്ലിംഗ്ടൺ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലാണ് നിർത്തിയത്. ഈ വില്ലിംഗ്ടൺ സ്റ്റേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റ് ഉള്ള ഒരു സ്റ്റേഷനാണ്. ഒരു കണ്ടോൺമെന്റ് ആണ്, അതായത് നമ്മളെ സൗത്ത് ഇന്ത്യയിലെ ഡിഫൻസിന്റെ ഒരു കോളേജ് ഉണ്ട്. അപ്പം ആദ്യമായിട്ട് മിലിറ്ററിയിലൊക്കെ ചേരുന്നവർക്ക് എന്താ പറയാ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന വളരെ ഒരു പ്രദേശമാണ് ഈ വില്ലിംഗ്ടൺ കണ്ടോൺമെന്റ് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മളെ കോച്ച് നമ്മുടെ ഒരു എഞ്ചിനാണ്. അപ്പൊ ഓപ്പോസിറ്റ് ഒരു ട്രെയിൻ വരുന്നത് വരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രെയിൻ വന്നിട്ട് തിരിച്ചു പോവാം. അപ്പം ഞാനിപ്പോൾ ഇരിക്കുന്ന റൈറ്റ് സൈഡിലാണ്. താഴ്വാരത്ത് ഊട്ടി കാണാം.
ഊട്ടി നല്ല ക്ലൈമറ്റാണ് കേട്ടോ, നല്ല മഞ്ഞയും കോടയൊക്കെ ഉണ്ട്. കുട എടുക്കണ പെട്ടെന്ന് ഊട്ടി എത്തി, പെട്ടെന്ന് ക്ലൈമറ്റ് മാറി കേട്ടോ. സമയം പോകണമെന്ന് അറിയുന്നതേ ഇല്ല. മണിക്കൂറോളമായി ട്രെയിനിൽ ഇരുന്നു, പക്ഷെ ഒരു മടുപ്പുമില്ല. റൈറ്റ് സൈഡാണ് ഒറ്റ ഊട്ടിയിലെ സ്ഥലം, പക്ഷേ ഫുള്ള് മഴയും കോടയാണ് കേട്ടോ. കുഴപ്പമില്ല കുഴപ്പമില്ല. മൊത്തത്തിൽ ക്ലൈമറ്റ് മാറി കേട്ടോ, തണുപ്പ് മഞ്ഞും മഴയൊക്കെ ആയി. ലൗഡേൽ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനാണ്. ഓപ്പോസിറ്റ് ഒരു ട്രെയിൻ വരും, അതുവരെ വെയിറ്റിംഗ്. ചായയുണ്ട്, കാപ്പിയുണ്ട്. ദിസ് ഈസ് ലൗഡേൽ. റോഡും നല്ല ആക്സസ് ഉള്ള ഒരു സ്റ്റേഷൻ ഇത്. ചിന്നത് ട്രെയിനും വന്നു, ട്രെയിനും പോയി, കുറച്ച് മഴയും മാറി. നമ്മൾ ലൗഡേയിൽ നിന്ന് அங்கேயே சொல்லலான்றது வெளியே காட்டினாங்கன்னா ஃபைன் போட்டுருவாங்க. யாரும் கண்டுக்காம இருக்காங்க. உங்க நேரம் நல்லா இருக்கு. கேமராக்கு தனியாக பர்மிஷன். கேமரா ஃபைன். நம்மளுக்கு ஹோட்டல்லாம் தெரியல. ஃபஸ்ட்டு இறங்கி சாப்பிடலாம். Passenger, platform क्रमांक 12 है. May I have your attention? ഗൈസ്, അങ്ങനെ ഞാൻ ഊട്ടിയിലെത്തി. റൂം കണ്ട് ഞെട്ടിപ്പോയി. റൂമിൻ്റെ കാര്യങ്ങൾ പറയാം. അതായത് ഇതൊരു ഊട്ടിയിൽ നിന്ന് മെയിൻ സെൻറ്ററിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറിയിട്ട് വാങ്ങുന്നു. 2 കിലോമീറ്റർ 860 രൂപയാണ് എനിക്ക് റൂമിന് റെൻ്റായത്. എനിക്ക് കിട്ടിയ സൗകര്യങ്ങൾ കണ്ട എൻ്റെ അമ്മോ. ഈ ഒരു റൂമുണ്ട്, ഈ ഒരു റൂം. ഇപ്പം ഞാൻ എടുക്കുന്ന റൂമെന്ന് പറഞ്ഞാൽ ഇതാ, ഡബിൾ ബെഡ്റൂം വിത്ത് ഒരു സിംഗിൾ. അതായത് 3 പേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. സുഖമായിട്ടൊന്നല്ല, വളരെ ലക്ഷറി ആയിട്ട് കിടന്നുറങ്ങാം. പക്ഷേ എൻ്റെ ആകുമ്പോൾ 10 മണി വരെ റിസപ്ഷൻ ഉണ്ട്. ബിഗ് വല്ല പോഡ്കാസ്റ്റ് ചാനലും തുടങ്ങായിരുന്നു, അത്രയ്ക്ക് വലിപ്പമുണ്ട്. പിന്നെ പുറത്തുള്ള സൗകര്യങ്ങൾ കണ്ടോ. എൻ്റെ ആകുമ്പോൾ എക്സ്ട്രാ വല്ലതായിരിക്കും പേ ചെയ്യണമെന്നാണ് ചോദിച്ചാൽ. ഭയങ്കര ലക്ഷറി എസ്റ്റേറ്റ്. ഞാൻ പറയുന്ന അടുത്ത തവണ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ ഈ കോട്ടേജ് ബുക്ക് ചെയ്യണം. അടിപൊളി സൗകര്യമുള്ള സിംഗിൾ ഫാമിലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാവിഷായിട്ട് നിങ്ങൾക്ക് താമസിക്കാം. അത്രയ്ക്ക് സൗകര്യം. ഒരു വീട് തന്നെയുണ്ട്, ഒരു വീട്. റൂമെന്ന് പറയാൻ പറ്റില്ല. ഒരു ദിവസത്തേക്ക് റൂമല്ല, ഒരു ദിവസത്തേക്ക് ഒരു വീട് വാടകയ്ക്ക് എന്ന പോലെ. ഇതൊരു ഹോളാണ്, 2 റൂമുകളുണ്ട്, കിച്ചൺ പോലെ, വാഷ് ബേസിനുണ്ട്, ഫിൽറ്റർ സൗകര്യമുണ്ട്, നല്ലൊരു മാസ്റ്റർ ബെഡ്റൂമുണ്ട്, TV, സോഫ സെറ്റ്, ഡൈനിങ് ടേബിള്, സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ സർവീസ് അവൈലബിളാണ്. ഞാൻ ഒറ്റയ്ക്ക്. ഇതൊരു ബാലാജി കോട്ടേജ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. ബാലാജി അതിൻ്റെ അടുത്ത് തന്നെ, ബാലാജി നഗറിൻ്റെ അടുത്തായിട്ട് ഒരു ദി ബ്ലൂ മൗണ്ടൻ സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട്. ഭയങ്കര ഭംഗിയുള്ള നല്ലൊരു എന്താ പറയുക ഒരു സ്ഥലം. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ റൂമിൻ്റെ സൗകര്യമാണ്. 3 ബെഡ്റൂം വിത്ത് ഹാൾ. അത് ഇത്രയും റേറ്റിന്. അപ്പോൾ നമുക്ക് ഈ ബ്ലൂ മൗണ്ട് സ്കൂളിൻ്റെ അടുത്താണ്
ഗംഗാസായി ബാലാജി കോട്ടേജ്. നല്ലൊരു ഹോട്ടൽ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം പുറത്ത് പോയി കഴിക്കാൻ വിചാരിച്ചാണ്. അത്യാവശ്യം നല്ല ഇതൊരു നൂൽ മഴയെന്നൊക്കെ പറയാം ഈ ഹിൽ ടോപ്പിൽ. അങ്ങനത്തെ വരുമ്പോൾ ചെറിയൊരു മഴയും തണുപ്പുമുണ്ട്. അതുകൊണ്ട് പുറത്തിറങ്ങി നല്ല തണുപ്പാണ്. ഇവിടെ ഉള്ള കെയർ ടേക്കർമാരെല്ലാവരും ഫുള്ള് സ്വെറ്ററും ചെവിയിലൊക്കെ മൂടിയാണ് നിൽക്കുന്നത്. ഞാൻ നൈസ് ടീഷർട്ട് ഇട്ടെങ്കിൽ വെളിയിറങ്ങിയപ്പോൾ നല്ല തണുപ്പായിരുന്നു. അപ്പം സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഇവിടെ ഡെലിവറി അവൈലബിൾ ആണ്. അങ്ങനെ ഞാൻ ഒരു കൊത്തു പൊറോട്ട മേടിച്ചു. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ 9 മണിക്ക് ഗ്രൂപ്പ് ടൂറുണ്ട്. കൂടൂർ ഭാഗത്തേക്കുള്ള ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെയാണ്. നമ്മൾ കൂടൂർ വഴിയാണല്ലോ ഇങ്ങോട്ട് വന്നത്. എന്നാലും അവിടെ അങ്ങോട്ട് പോകുന്ന ഭാഗത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു. 350 രൂപയാണ് പിന്നെ അതുള്ളത് റേറ്റ് വരുന്നത്. എന്നെ ഞെട്ടിച്ചത് ഊട്ടിയിൽ വന്നത് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ഊട്ടിയിൽ എൻ്റെ ഈ ഒരു സ്റ്റേ ആണ്. ഈ ഒരു സ്റ്റേക്കേഷൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ബാലാജി കോട്ടേജ് എന്നാണ് പറയണത്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ യാത്രയായിരുന്നു. കേരള എക്സ്പ്രസ്സിൽ വന്നു, കോയമ്പത്തൂർ സ്റ്റേ ചെയ്തു. കോയമ്പത്തൂരിലും ഡോർമെട്രി സ്റ്റേ ചെയ്തപ്പോഴും ഡോർമെട്രി കുറച്ചുകൂടി മികവുള്ളതായിരുന്നു. ഒരു പ്രൈവസി ഉള്ള ഒരു ഡോർമെട്രി ആയിരുന്നു. അവിടെ നിന്ന് 1 മണിക്കൂർ മാറിയിട്ടായിരുന്നു നമ്മൾ മേട്ടുപ്പാളയം. അത് നമ്മുടെ തൂത്തുക്കുടിയിൽ നിന്ന് വരുന്ന ട്രെയിനിൽ ബുക്ക് ചെയ്തിരുന്നു. അത് നേരെ മേട്ടുപ്പാളയം വരെ വരും. മേട്ടുപ്പാളയത്തിന് റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ ഗേജും മോഡ് ഗേജും ഉള്ള 2 സ്റ്റേഷനാണ്. അതായത് പഴയ കാലം പുതിയ കാലം ഉള്ളതുപോലത്തുള്ള ടൈം ലൈന് പോലത്തുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് പ്ലാറ്റ്ഫോം 2 എന്ന് പറയുന്നത് തന്നെ ഈ ആവി എഞ്ചിനാണ്. അപ്പം നിങ്ങൾക്ക് ആവി എഞ്ചിനുകളിലാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ മേട്ടുപ്പാളയം ടു കൂണൂർ വരെയാണ് ആവി എഞ്ചിനുള്ളത്. ആവി എഞ്ചിൻ അവിടെ നിന്ന് സ്റ്റീം എഞ്ചിൻ അവിടെ നിന്ന് വരുന്ന വഴിക്ക് വളരെ നല്ല മനോഹരമായിട്ടുള്ള പ്ലേസുകളിലൊക്കെ നിർത്തിത്തരും. അതിനെപ്പോഴും വെള്ളം നിറയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കൂടെ ആയിട്ട് നമുക്ക് ഒരുപാട് 10-20 മിനിറ്റ് നമുക്കിങ്ങനെ കിട്ടും. കൂണൂരിൽ നിന്ന് ഡീസൽ ലോക്കോയായിട്ട് മാറിയിട്ട് എന്ന സ്ഥലമല്ല, ഊട്ടിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ തന്നെയാണ്. നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. വലതുവശത്ത് ഇവിടുന്ന് മേട്ടുപ്പാളയത്ത് നിന്ന് പോകുമ്പോൾ ഇടതുവശത്ത് വിൻഡോ സീറ്റ് കിട്ടാൻ പ്രാർത്ഥിക്കുക. ഞാൻ വിൻഡോ സീറ്റ് കിട്ടിയിട്ട് എനിക്ക് വലതുവശത്താണ് സീറ്റ് കിട്ടിയത്. അവിടെ അത്യാവശ്യം കാഴ്ചകളൊക്കെ ചിത്രീകരിക്കാനും പകർത്താനും കഴിഞ്ഞെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫുഡ് അടിച്ച് കിടന്നുറങ്ങാം. രാവിലെ മഴയില്ലെങ്കിൽ കുട എടുക്കാൻ വിട്ടു കേട്ടോ. കുട എടുത്തിരുന്നെങ്കിൽ രാവിലെ ഒന്ന് ഇറങ്ങായിരുന്നു. എന്നാലും എന്തായാലും രാവിലെ ഒന്ന് ഇറങ്ങണം. ഇറങ്ങി ഊട്ടിയുടെ കാഴ്ചകൾ കാണണം. അപ്പം ഈ ഒരു ഊട്ടി ട്രിപ്പിൽ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. चले